ഡ്രോപ്പ് ടർമറിക് ആഡ് ചെയ്യാണ്. ഓക്കെ, വളരെ കുറച്ച് മതി. ഒരു സ്പൂണാ? ഇല്ല, ഒരു 2 നുള്ളെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു ഇന്ത്യൻ ടച്ച് ആ സൂപ്പിന് കൊടുക്കുകയാണ്. കാരണം പംകിൻ എന്ന് പറയുമ്പോൾ അത് വളരെ എന്താണ് നമ്മളെ കഴിച്ച് ഉള്ള രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ രുചിയിൽ നമ്മൾ പംകിൻ കഴിച്ചിട്ടുള്ളൂ. ചെറിയൊരു എരിയും ഒരു ഇന്ത്യൻ ഫ്ലേവർ ഇട്ടാനായിട്ട് കുറച്ച്. അതിന് മറ്റേ മസാല ഒക്കെ ഒന്നും വേണ്ടേ? വേണമെന്നില്ല. ഇത് കുറച്ചൊരു 10-15 മിനിറ്റെങ്കിലും എടുക്കും ബോയിൽ ആവാനായിട്ട്. ബോയിലായി കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി അവിടെ ബോയിലാവുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. മറ്റേ നൂഡിൽസ് ബോയിൽ ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനുശേഷം അതിനുള്ള വെജിറ്റബിൾസ്. സാധാരണ അങ്ങനെ എരിയുള്ള ഭക്ഷണം കഴിക്കാറുണ്ട്? അത്യാവശ്യം കഴിക്കാറുണ്ടല്ലേ? അല്ലെ, ഞാൻ പൊതുവെ എല്ലാവരും ചെയ്യുന്ന കുറച്ച് എരി വേണം എന്നാലേ ഇപ്പോഴുള്ളവർ ആർക്കും ഇഷ്ടമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പൊതുവെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് എല്ലാം കഴിക്കുക. അപ്പം ചിലർ നമുക്ക് അധികം ഹെവി സ്പൈസി ഒന്നും പറ്റൂല. ഞങ്ങൾക്ക് തീയൽ അതുപോലത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ സാറിന് പുറത്തുനിന്നൊക്കെ പോയി കഴിക്കാറുണ്ടോ? അതോ കഴിവും വീട്ടിൽ തന്നെയാണോ കഴിക്കുന്നത്? തന്നെ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് മാക്സിമം ഇവിടെ വെജിറ്റബിൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും ഏകദേശം. പിന്നെ അത് പോരെങ്കിൽ വാങ്ങിക്കും. അപ്പം അതൊരു എന്താണ്, ഒരു ലക്ക് തന്നെയാണ്. വീട്ടിൽ തന്നെ വെജിറ്റബിൾ കൃഷി ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അത് ഇപ്പോഴെല്ലാം മരുന്നടിക്കുന്നു എന്നൊരു പേടി, വേറെ ഒന്നുമില്ല. അതിപ്പോഴത്തെ ജനറേഷൻ അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാനും ഫാമിങ് ചെയ്യാനും ഒക്കെ ഒത്തിരി മുന്നോട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു സൈൻ തന്നെയാണ്. കറി ലീഫ് ചോദിച്ചില്ല, വേണ്ട അല്ലേ? ഇല്ല, ഇത് നമ്മൾ ഇന്നിപ്പം ചെയ്യുന്നതിൽ കറി ലീഫിൻ്റെ രീതിയിലൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആഫ്രിക്കൻ മല്ലി ഉണ്ടായിട്ട് അത് നമുക്ക് സൂപ്പിൽ ആഡ് ചെയ്യാം. ആക്ച്വലി നാരങ്ങ വെള്ളം കൊണ്ടോട്ടെ? ഇപ്പം നാരങ്ങ നീര് തന്നെ. നാരങ്ങ നീര് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചോ. നൂഡിൽസ് ബോയിൽ ചെയ്യാം നമുക്ക്. കുറച്ച് ലെറ്റീസ് ഉണ്ട്, അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ചിൽഡ് എഫക്റ്റ് കിട്ടും. ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് നമുക്ക് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ മാത്രം മതിയാവും പുറത്തെടുക്കാനായിട്ട്. വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ലെറ്റീസ് ഐസ്ബർഗാണിത്. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ ഒന്ന് ചിൽഡായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ സാലഡിനുള്ളതെല്ലാം ഓൾറെഡി കട്ട് ചെയ്ത് ഈ ചില്ലറിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഇതിപ്പോൾ ആ വെജിറ്റബിൾ നൂഡിൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ഇവിടെ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ആ ഒരു സാലഡ് നമ്മൾ മാറ്റി വെജിറ്റേറിയനിലേക്ക് നീങ്ങുകയാണ്. നൂഡിലുള്ള വെജിറ്റബിൾ റെഡിയാണ്. നമ്മൾ കുറച്ച് ബീൻസ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. കുറച്ച് പിന്നെ വെള്ളം പോയാലും അതിനുശേഷം നമുക്ക് നൂഡിലിടാം. മീൻ വൈൽ പാഴ്സ്ലി കുറച്ചുണ്ട്, അത് ചോപ്പ് ചെയ്തിടാം. ഇത് ഒരു ഹേർബാണ്, പാഴ്സ്ലി ഒരു ഹേർബാണ്. നെത്തൊലി വലിയ നെത്തൊലിയാണ്. അപ്പം ഇവിടുത്തെ ആഫ്രിക്കൻ മല്ലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു ബ്ലെൻഡർ, നമ്മുടെ ചെറിയ മിക്സിയുടെ ഒരു ബ്ലെൻഡറിൽ ഇത് എരി വേണം, നല്ല എരി ഉണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ. മിക്സിയിൽ നമ്മളൊരു ഇതിനൊരു എന്താണ് ഒരു മസാല പോലെ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നല്ല എരിയുണ്ടെന്ന് പറഞ്ഞു. കാരണം അപ്പം എരി എല്ലാവരും കഴിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ചെയ്യുന്നത്. അപ്പം വേണമെങ്കിൽ പറഞ്ഞ എരി കുറയ്ക്കാം. ഒന്നേ ഞാൻ ഇടുന്നുള്ളൂ, എനിക്ക് ചെറിയൊരു ഡൗട്ട്, പേടിയുണ്ട്. വേറെ ഒന്നുമല്ല, എരി കൂടിക്കഴിഞ്ഞ് കുറച്ച് ജിഞ്ചർ. അപ്പം നമ്മളിതിനകത്ത് ഗാർലിക് ഇട്ടു, ജിഞ്ചർ ഇട്ടു, ആഫ്രിക്കൻ മല്ലി ഇട്ടു, ഉണ്ടമുളക് ഇട്ടു. ഉണ്ടമുളകിനൊരു ഇതാണ് പെക്യൂലിയർ
മണവും ഉണ്ടോ അതിൻ്റെ ഒരു ചെറിയൊരു എന്താണ് ഒരു ചില്ലിയുടെ ടേസ്റ്റ് അല്ല, കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഒരു 2-3 പീസ് ഒനിയൻ, ആ ഒരു ഒനിയൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട്. ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് മുളക്, കാരണം ഇനി അധികം എരിവ് വേണ്ട. ലേശം ലെമൺ ജ്യൂസ്, വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം. ഒരു മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യണം. കുഴപ്പമില്ല, മുട്ട ആഡ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യണം. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ ഈ മുട്ട ആഡ് ചെയ്യുന്നത്. മുട്ട കൊണ്ട് ഒരു കോട്ടിങ് കിട്ടുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡസ്റ്റ് ഫ്ലവർ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് ചെയ്ത് ഒപ്പിട്ട് കഴിയുമ്പോൾ ആ ഒരു കോട്ടിങ് നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ചെറിയ മീനാണ്, മുള്ളുള്ള മീനാണ്, അതിൻ്റെ ഇൻടാക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് അതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊരു പ്രീ മാരിനേഷൻ അത് മുമ്പായിട്ട് ചെയ്യണം. കുറച്ച് ലെമൺ ജ്യൂസും ഫിഷ് നല്ല കോട്ടിങ് ആയിട്ടുണ്ട്. നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ആഫ്രിക്കൻ മല്ലി ആഡ് ചെയ്തു, സ്പൈസിക്കായിട്ട് ചില്ലി ആഡ് ചെയ്തു, പിന്നെ ഒരു മുട്ടയും ലെമൺ ജ്യൂസും സോൾട്ടും പെപ്പറും കോൺഫ്ലോർ കൊണ്ടൊരു കോട്ടിങ്ങും കൊടുത്തു. ബേസിക്കലി മൈദ വേണമെങ്കിലും ആഡ് ചെയ്യാം, കുറച്ച് ഹെൽത്തി ഇതുണ്ടായതുകൊണ്ടാണ് ലെറ്റ് സ്റ്റിക്ക് ടു കോൺഫ്ലോർ. ഒരു കോട്ടിങ് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത് ഒരു സ്റ്റാർട്ടറായിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാം, മെയിൻ കോഴ്സായിട്ടാണെങ്കിലും കഴിക്കാം. ഇതിന് വേണമെങ്കിൽ ഡിപ്പ് ഫ്രഷായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം.